നമ്മൾ ചെല്ലുന്നതെന്തിനാ? നമ്മൾ നന്നാകാൻ. നബിയെ പറ്റി എഴുതിയവർ എഴുതിയതെന്തിനാ? അവരുടെ കവിത നന്നാവാൻ. നബിയെ പറ്റി പാടിയവർ പാടിയതെന്തിനാ? അവരെന്നാവാൻ. ഹസ്സാൻ ബിൻ സാബിത്തിനെ വയസ്സാകുമ്പോഴും പല്ല് ഒഴിഞ്ഞാടിയില്ല. എന്തുകൊണ്ട്? മുത്തുനബിയെ സനാഹ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാഭം ദുനിയാവും തന്നെ. മനസ്സിലായില്ല? നിറഞ്ഞ വരി ദണ്ഡമുണ്ടായിരുന്നു സയ്യിദുന ഹസ്സാൻ. എന്തേ 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 وضم الإله سما نبيل اسمه إذا قال في الخمس المؤذن وأشهد. ആദം നബിക്ക് ബാങ്കുണ്ട്, ആദം നബിക്ക് നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഷീത്തിന് നിസ്കാരമുണ്ട്, ബാങ്കില്ല. നൂഹിന് നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഹൂദ്, സ്വാലിഹ്, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, ദാവൂദ്, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ, ഹാറൂന്, സക്കരിയ, യഹ്യ, ഈസ, എല്ലാവർക്കും നബി തൊട്ടിലിൽ കിടന്ന പോലും പറഞ്ഞ നിസ്കാരമുണ്ട് എന്നാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹി അതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുൻത വഔസാനി ബിസ്സലാഹ്. പക്ഷേ എന്തില്ല? ബാങ്കില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് ഒരു അബ്ദിനെ ഇങ്ങനെ വിളിക്കാൻ വേറൊരു അബ്ദിലും അല്ലാഹുക്ക് താല്പര്യമില്ല. താഴെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ, മിമ്പറിന്റെ മുകളിലാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ചിരിച്ചുകൊണ്ട് തലയാട്ടി മുഹമ്മദ് മുസ്തഫ, വർക്കപ്പറ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാർക്കും നിസ്കാരമുണ്ട്, ബാങ്കുരാൾക്കുമില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ അള്ളാഹുവിലേക്ക് പേര് ചേർത്ത് ഇങ്ങനെ പരസ്യമായി വേറൊരാളെ ഇപ്രകാരം ഒരു ഇബാദത്തിന്റെ മിഫ്താഹായി വിളിച്ചു പറയൽ അള്ളാഹുവിന് താല്പര്യമില്ല. അള്ളാഹുവിന്റെ നാമത്തിന്റെ ഒരു ഭാഗം ഈ ആൾക്ക് നൽകി. അവൻ മഹ്മൂദാണ്, ഇത് മുഹമ്മദാണ്. ഇന്ന് ഈ ബൈത്താരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ വേഗം മുശ്രിക്കാക്കും. മനസ്സിലായില്ല? അള്ളാന്റെ നാമത്തിന്റെ ഒരു ഭാഗം നൽകിയ അവൻ മഹ്മൂദാണ്, ഇത് മുഹമ്മദാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ, വർക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. ബീത്തും ചൊല്ലി ഇറങ്ങി വന്നപ്പോൾ ഹസ്സാനെ കൂട്ടിപ്പിടിച്ച് മുത്ത് റസൂലുള്ള പറഞ്ഞ് റഅയ്തു ജിബ്രീല അൻ യമീനിക വമീകായില അൻ ശിമാലിക ലമ്മാ നഫഅതനി. നീ എന്നെ പൊലിമയോടെ പറഞ്ഞുകൊണ്ടിരിക്കവേ വലഭാഗത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ജിബ്രീലും ഇടഭാഗത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മീകായിലും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കാണ്. വഅളന്മാർ നബിയെ പറ്റി പറഞ്ഞത് വഅളന്നാകാൻ വേണ്ടിയാണ്. പാട്ടുകാർ നബിയെ പറ്റി പാടിയത് പാട്ടെന്നാകാൻ വേണ്ടിയാണ്. അല്ലാതെ നബിക്ക് അവരൊന്നും ആവശ്യമില്ല, അവർ സ്വയമായി നന്നാവും. മലയാളം കണ്ട മഹാകവി വള്ളത്തോളാണ്. വള്ളത്തോളിനെ പോലെ ഒരാൾ പിന്നീടില്ല. ഏറ്റവും വലിയ കവിതയുടെ പാംസുസ്നാനം. ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേ പിയക്കാർ. കുറുമ്പുമാറാത്ത ഖുറൈശി കോടി കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാധിപ ശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നുങ്ങിന് ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ. ഇവർക്കിരുട്ടെ പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നുങ്ങിന് ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ. ഇതൊക്കെയാവാം നിനവായിരത്തി 300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കയിലെ കൈവഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. മുത്ത് മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ. മലയാളം കണ്ട മഹാകവി ആരാ? എന്തുകൊണ്ട്? അതാരാണെങ്കിലും മുത്ത് മുഹമ്മദ് മുസ്തഫാനെ വർണ്ണിച്ചത് ആരാണെങ്കിലും ഇസ്ലാമിയത്തിന്റെ പുറത്തുള്ളവരാണെങ്കിൽ പോലും ദുനിയാവിലെ റഹ്മത്ത് കൊണ്ടെങ്കിലും അള്ളാഹു അവരെ അനുഗ്രഹിക്കും. എന്തുകൊണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാത്തിലും ദിക്ർ മുഹമ്മദാണ്. ഉറക്കപ്പറ, എല്ലാത്തിലും ദിക്ർ മുഹമ്മദാണ്. ദിക്ർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും കാമ്പാണ്. എന്തിനും. ഇവിടെ തിരുവങ്ങാടി ഉണ്ടായിരുന്നു എ.വി. മുഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിന്റെ ഒരു വരി ഇങ്ങനെയാ. അദ്ദേഹത്തിന്റെ ഒരു വരി ഇങ്ങനെയാ: പ്രതാപത്തിൻ ജീവേ, പ്രപഞ്ചത്തിൻ കാമ്പേ, നിദാനത്തിൻ കണ്ണേ, നിറഞ്ഞ നിലാവേ. മുഹമ്മദ് മുസ്തഫ. എ.വിയുടെ ഒരു പാട്ടാണ്. ഈ തിരുരങ്ങാടിക്കാര് ഈ പാട്ടിങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നും, ഇവർ നബിദിനത്തിനൊന്നും വരണ്ട. ആ എ.വിയുടെ 4 വരി പാട്ട് കേട്ടാൽ നന്നായിരുന്നല്ലോ. പഠിച്ചോണ്ട് അല്ല. പ്രതാപത്തിൻ ജീവേ, പ്രപഞ്ചത്തിൻ കാമ്പേ, നിദാനത്തിൻ കണ്ണേ, നിറഞ്ഞ നിലാവേ. മുഹമ്മദ് പ്രപഞ്ചത്തിന്റെ കാമ്പാണ് മുഹമ്മദ്. പുണ്യ മുഹമ്മദ്. ഇച്ചമസ്ഥാനിന്റെ കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. എന്താ പാട്ട്! ഖാദിർന്നവൻ, ഖാദിർന്നവൻ, ഖാദിർന്നവൻ. ആര്? കഫ്നൂന്. കേരളം കണ്ട ഏറ്റവും വലിയ സൂഫികളിൽ ഒരാളാണ്. ആര്? ഇച്ചമസ്ഥാൻ. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. യാ അല്ലാഹ്. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. യാ അല്ലാഹ്. ഖയ്യാമിന്റെ ആദ്യത്തെ വരിയേന കവി കാറ്റിനോട് ചോദിച്ചു: കാറ്റേ കാറ്റേ, നീ എന്തിനാണ് ഈ സുലൈമാന് വഴിപ്പെട്ടത്? സുലൈമാൻ അത്ര വലിയ ആളൊന്നുമല്ലല്ലോ, സുലൈമാനെക്കാളും വലിയ ആൾ വേറെയുണ്ടല്ലോ. എന്തിനാണ് കാറ്റേ നീ സുലൈമാന് വഴിപ്പെട്ടത്? അപ്പോൾ കാറ്റ് കവിയോട് പറഞ്ഞു അത്രേ: കവിയെ കവിയെ, ഞാൻ എങ്ങനെ സുലൈമാന് വഴിപ്പെടാതിരിക്കും? സുലൈമാന്റെ മോതിരത്തിൽ മങ്കൂഷും ബിസ്മി മുഹമ്മദ്. മുഹമ്മദ് സുലൈമാന്റെ മോതിരത്തിൽ മുഹമ്മദ് എന്ന് മുദ്രണം ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഞാൻ സുലൈമാന് വഴിപ്പെടാതിരിക്കുക? അവസാനിപ്പിക്കുകയാണ്. ലോകത്തിന്റെ സിർറ് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ടതെല്ലാം ലോകത്തിന്റെ രഹസ്യമാണ്. ആ കുടുംബം പോലും ലോകത്തിന്റെ രഹസ്യമാണ്.